നമസ്തേ. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്നും വി.ഡി. സതീശൻ സർക്കാരിന് കേന്ദ്രത്തെ പേടിയാണെന്നും സമസ്ത സർക്കാരിനെതിരെ സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്നത് ശ്രദ്ധിച്ചു കാണുമല്ലോ അല്ലെ? അല്ലെങ്കിൽ കേട്ടോളൂ. നിലപാടെന്നാൽ ഒളിച്ചുകളിയല്ല എന്നും വി.ഡി. സതീശൻ സർക്കാരിന് കേന്ദ്രത്തെ പേടിയാണെന്നും വിദ്യാഭ്യാസ വകുപ്പ് ഭരിക്കുന്നത് ലീഗിന്റെ മന്ത്രി ആയതുകൊണ്ട് ലീഗിന് പറയാനുള്ളത് സമസ്തയെ കൊണ്ട് പറയിച്ചു എന്ന് മാത്രം. PMC പദ്ധതിയുടെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആധുനിക പഠന സൗകര്യങ്ങൾ, സ്കൂളുകളിൽ സ്മാർട്ട് ക്ലാസ് മുറികൾ, ഡിജിറ്റൽ പഠന സാമഗ്രികൾ, മികച്ച ലബോറട്ടറികൾ എന്നിവ ഒരുക്കുന്നു. ദേശീയ വിദ്യാഭ്യാസ നയം 2020 NEP 2020 നടപ്പാക്കൽ. വിദ്യാർത്ഥി കേന്ദ്രീകൃതവും നൈപുണ്യാധിഷ്ഠിതവുമായ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനം, ക്ലാസ് മുറികൾ, ലബോറട്ടറികൾ, കളിസ്ഥലങ്ങൾ, ശുചിമുറികൾ, കുടിവെള്ള സൗകര്യങ്ങൾ എന്നിവ മെച്ചപ്പെടുത്തുന്നു. സാങ്കേതിക വിദ്യയുടെ ഉപയോഗം, ഡിജിറ്റൽ വിദ്യാഭ്യാസവും IT അധിഷ്ഠിത പഠന രീതികളും വ്യാപിപ്പിക്കുന്നു. പരിസ്ഥിതി സൗഹൃദ സ്കൂളുകൾ, സൗരോർജം, മഴവെള്ള സംഭരണം, മാലിന്യ സംസ്കരണം തുടങ്ങിയ ഹരിത സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു. വിദ്യാർത്ഥികളുടെ സമഗ്ര വികസനം, അക്കാദമിക് മികവിനൊപ്പം കായികം, കല, നൈപുണ്യ വികസനം എന്നിവയ്ക്കും പ്രാധാന്യം നൽകുന്നു. അധ്യാപക പരിശീലനം, അധ്യാപകർക്ക് ആധുനിക പഠന രീതികളിൽ പരിശീലനം നൽകി പഠന നിലവാരം ഉയർത്തുന്നു. മാതൃകാ സ്കൂളുകളായി വികസനം, PMC സ്കൂളുകൾ സമീപ പ്രദേശങ്ങളിലെ മറ്റ് സ്കൂളുകൾക്കും മാതൃകയായി പ്രവർത്തിക്കുന്നു. ഈ പദ്ധതി കേന്ദ്ര സർക്കാർ 2022 ആരംഭിച്ചതാണ്. രാജ്യത്തെ ആയിരക്കണക്കിന് സർക്കാർ എയ്ഡഡ് സ്കൂളുകളെ ഉയർന്ന നിലവാരത്തിലുള്ള മാതൃകാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാക്കി മാറ്റുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇനി മദ്രസ പഠനം കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കുട്ടികളെ മതബോധമാണ് ഏറ്റവും വലിയ വിദ്യാഭ്യാസം എന്ന് തെറ്റിദ്ധാരണയിലേക്ക് കൊണ്ടെത്തിക്കുക. മതഗ്രന്ഥത്തിനെ മാത്രം ആധാരമാക്കിയുള്ള വിദ്യാഭ്യാസം, ആണെന്നും പെണ്ണെന്നുമുള്ള ലിംഗവിഭജനത്തിലൂടെ അസമത്വം സൃഷ്ടിക്കൽ, തങ്ങളുടെ മതമാണ് ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമെന്നും മറ്റുള്ള മതസ്ഥരെല്ലാം കാഫറുകളാണെന്നുമുള്ള വിഷം കുട്ടികളുടെ മനസ്സിൽ ചെറുപ്പത്തിൽ തന്നെ കുത്തി നിറയ്ക്കുന്നു. മറ്റു മതസ്ഥരെ ശത്രുക്കളായി കാണാനും അവരെ അകറ്റി നിർത്തുവാനും അവരോട് യുദ്ധം ചെയ്യുവാനും തുടങ്ങിയുള്ള പരാമർശങ്ങൾ നടത്തി വർഗീയത കുട്ടികളുടെ മനസ്സിൽ കുത്തി നിറയ്ക്കുന്നു. മതേതരത്വം സ്വയം പറഞ്ഞ് മതബോധത്തോടെ കൂടി മതാധിഷ്ഠിത രാജ്യത്തിനു വേണ്ടി കലഹിക്കുന്നു. ഈ ലോകത്തിന് മുഴുവൻ നാഥൻ അള്ളാഹു ആണെന്നും അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും കുഞ്ഞുങ്ങളിൽ തെറ്റിദ്ധാരണ പറഞ്ഞു പഠിപ്പിക്കുന്നു. യാതൊരുവിധ അടിസ്ഥാന സൗകര്യങ്ങളുമില്ലാതെ കുഞ്ഞുങ്ങൾക്ക് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ തെറ്റിദ്ധാരണയുടെ, വർഗീയതയുടെ, മതാധിഷ്ഠിത ക്ലാസുകൾ എടുത്ത് സർക്കാരിന്റെ ഗ്രാന്റ് വാങ്ങി